രണ്ടാമത്തത് ജോസഫ് ഒരു ഇൻക്രെഡിബിൾ ഹസ്ബൻഡായിരുന്നു, അസാധ്യനായ ഒരു ഭർത്താവായിരുന്നു എന്നുള്ളതാണ്. ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ ഇമേജാണ്. ഫിഗ് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അത്തിപ്പഴത്തിനൊരു പ്രത്യേകതയുണ്ട്, അത്തിമരത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന് പൂക്കൾ ഉണ്ടാവാറില്ല എന്നുള്ളത്. സാധാരണ പൂക്കൾ ഉണ്ടായിട്ടാണ് പിന്നെ കായ്കളായിട്ട് മാറുന്നത്. പക്ഷെ അത്തിമരം അങ്ങനെയല്ല. അത്തിമരം നേരെ കായാണ് ഉണ്ടാകുന്നത്, അത്തിപ്പഴമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാറില്ല. പൂക്കളുണ്ട്. പൂക്കളെന്ന് പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പൂക്കുന്നില്ല എന്നുള്ളതാണ്. അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ അത് പൂക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുറത്തുള്ളവരെ കാണുന്നില്ല. നമ്മളിപ്പോൾ ഫിഗ് കഴിക്കുമ്പോൾ നമുക്കറിയാം കുറേ തരികളുണ്ടായിട്ട് അത് സീഡാണ്, അതിൻ്റെ പൂക്കളുടെ സീഡുകളാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെയാണ് ജോസഫ് എന്ന് പറഞ്ഞ ആൾ. ജോസഫിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഏതൊരു ചെറുപ്പക്കാരനെ പോലെയും. പക്ഷെ അത് പൂക്കുന്നതില്ല, അത് പൂത്തില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ വലിയൊരു ചിത്രം, വലിയൊരു പ്ലാൻ്റെ ഭാഗമായിട്ട് താൻ മാറുമ്പോൾ തൻ്റെ സ്വപ്നങ്ങളെ പൂക്കാൻ അനുവദിക്കാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ പൂക്കാൻ അനുവദിക്കാത്തൊരു ഭർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. മലഹ തൻ്റെ സ്വപ്ന പദ്ധതി പറഞ്ഞപ്പോഴേക്കും, ദൈവത്തിൻ്റെ പദ്ധതി പറഞ്ഞപ്പോഴേക്കും ജോസഫ് അവളെ ഭാര്യയെ സ്വീകരിച്ചു എന്നാണ് മത്തായി സുവിശേഷം പറയാം. ഭാര്യയെ സ്വീകരിച്ചു, അക്സെപ്റ്റഡ്. എന്ത് കുറവുണ്ടായിക്കൊള്ളട്ടെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ഓരോ ജീവിത പങ്കാളിയും ചിന്തിക്കേണ്ട അങ്ങനെയാണ്. നിനക്കൊരു കുറവുണ്ട്, ഇത് മാറ്റിയിട്ട് ഞാൻ നിന്നെ പ്രണയിക്കാമെന്നല്ല അവർ പറയുന്നത്, നിന്നെ കല്യാണം കഴിക്കാമെന്നല്ല പറയണേ, സ്നേഹിക്കാമെന്നല്ല പറയണേ, നീ എങ്ങനെ ആയാലും എനിക്കത് മതി എന്ന് ജോസഫിനെ പോലെ പറയാൻ പറ്റുന്ന ഇൻക്രെഡിബിൾ ഹസ്ബൻഡായിട്ട് മാറാൻ പറ്റുന്നുണ്ട്.